ഈശോ എന്ന് പറയുന്നത് എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെയാണ് കേട്ടോ. കാരണം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ വാശി പിടിക്കാറുണ്ട്, ഞാൻ പിണങ്ങാറുണ്ട്, ഇത് ശരിയല്ലേ ചെയ്തതെന്നൊക്കെ ഞാൻ ഡയറക്റ്റ്ലി പറയാറുണ്ട്. ഓഫ് കോഴ്സ് ഗോഡ് ക്യാൻ പെർഫോം മിറക്കിൾ. ഇപ്പോൾ ഈശോയ്ക്ക് വിചാരിച്ച എന്നെ പെട്ടെന്ന് സുഖമാക്കുക ഒരു നിമിഷം മതി. പക്ഷേ ഈശോ പറയുന്നൊരു കാര്യമാണ്. കാരണം ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ആയിരുന്നിട്ടും എനിക്ക് ദൈവത്തിനെ പറ്റി പറയാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഞാൻ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ദൈവം എൻ്റെ പേർപ്പസാണ്. അത് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു പേർപ്പസാണ്. ആൻഡ് മറ്റുള്ളവരുടെ ലൈഫിൽ മേ ബി ദാറ്റ് ഇമ്പാക്റ്റ് വിൽ ലാസ്റ്റ് ഫോർ എവർ. ഈശോയും നമുക്ക് ആ ഒരു സന്ദേശം തന്നെയാണ് തന്നിരിക്കുന്നത്. നമ്മളും ഉയർത്തെഴുന്നേൽക്കണം. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ആ കല്ലറയൊക്കെ പൊളിച്ച് നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം എന്ന് തന്നെയാണ് ഈശോ പറയുന്നത്. അതിനുള്ള സ്ട്രെങ്ത് തന്നിട്ടാണ് ഈശോ നമ്മളെ എല്ലാവരെയും ലോകത്തേക്ക് വിടുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ചോയ്സാണ് നമ്മളെ എവിടെ ഇരിക്കണം എന്ന്, കല്ലറയിൽ അടച്ചിരിക്കണോ അതോ ആകാശത്തേക്ക് പറക്കണോ എന്നുള്ളത് നമ്മുടെ ഡെസിഷനാണ്. അപ്പോൾ നമ്മൾക്ക് പ്രതിസന്ധികൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ വരും. ഒരിക്കലും ആരുടെയും ലൈഫ് ഈസി അല്ല. പക്ഷേ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ സ്റ്റോംസ് വന്നാലും കൊടുങ്കാറ്റ് വന്നാലും വഞ്ചിയുടെ അറ്റത്ത് നമ്മുടെ ഈശോ കിടക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അത് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാനുള്ള ഏറ്റവും വലിയൊരു ഹോപ്പും ശക്തിയും ഒക്കെയാണ്.